ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. മലയാളത്തിൽ മോഹൻലാൽ തുടരും ഒരു തരുൺ മൂർത്തി സംഭവം. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു ഡയറക്ടറാണ് തരുൺ മൂർത്തി. പുള്ളിക്കാരൻ തന്നെയാണ് ഈ സിനിമയുടെ വൺ ഓഫ് ദ സ്ക്രീൻ പ്ലേ റൈറ്റർ. ആൻഡ് കൂടെ KR സുനിലും എഴുതിയിട്ടുണ്ട്. KR സുനിലും കൂടെയാണ് ഈ സിനിമയുടെ കഥയും എഴുതിയിരിക്കുന്നത്. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ് പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കേന്ദ്ര കഥാപാത്രങ്ങളിലായി ശോഭന, മണിയം പിള്ള രാജു, ഫർഹാൻ ഫാസിൽ, മാത്യു തോമസ്, ആർഷ ബൈജു, അങ്ങനെ നിരവധി ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട്. ബിനു പപ്പു, പ്രകാശ് വർമ്മ പുള്ളിക്കാരനാണ് വില്ലൻ വേഷം ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറയാം. സിനിമ ഞാൻ ആദ്യമേ പറയാം, 100% നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവും. തുടരും. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് തരുൺ മൂർത്തി ഒരു ഫാൻ ബോയ് എന്ന നിലയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മലയാളത്തിൽ മോഹൻലാൽ തുടരും. നിങ്ങൾ സിനിമ കാണുമ്പം ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണിക്കുന്ന പോലെയും നിങ്ങൾക്ക് തോന്നും. സീൻസ് ബൈ സീൻസ് അങ്ങനെയാണ് പറയുന്നത്. മോഹൻലാൽ എങ്ങും പോയിട്ടില്ല, തുടരും 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 എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് തരുൺ മൂർത്തി ഇതിൽ തരുന്നത്. ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ ലാലേട്ടനെ ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എങ്ങനെ ലാലേട്ടനെ കാണണം എന്നൊരു 100% ഒരിതിലും മാറ്റാതെ എല്ലാ കാര്യങ്ങളും ഇത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതൊരു ഫാമിലി മൂവിയാണ്. എന്നിട്ട് പോലും എത്രയൊക്കെ ഹൈ മൊമെന്റ്സ് വയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ലാലേട്ടനെ എലവേറ്റ് ചെയ്യാം, ആരെ കൊണ്ട് എലവേറ്റ് ചെയ്യാന്നൊക്കെ നല്ല കൃത്യമായിട്ട് വെടിപ്പായിട്ട് തരുൺ മൂർത്തി ചെയ്തിട്ടുണ്ട്. അതിൽ സൂപ്പർ. അതായത് ഞാൻ പറയാണ്, ഞാൻ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സിനിമ ഒരു മിസ്റ്റീരിയസ് മൂഡിലാണ് പോകുന്നത്. അതായത് ഇങ്ങനെ ഇപ്പൊ എന്തോന്നുണ്ട്, ഇപ്പൊ എന്തോ സംഭവിക്കും, ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ പോകും. ആ മ്യൂസിക്കും അതുപോലെ ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ലാലേട്ടൻ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും ടെൻസ്ഡ് ആയിട്ട്. സിനിമയിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്കും കുറച്ച് എൻഗേജ്മെന്റ് ഉണ്ടാവും. കുറച്ചല്ല, എൻഗേജ്മെന്റ് ഉണ്ടാവും. നിങ്ങളിങ്ങനെ എന്താ ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും. സിനിമ ഞാൻ പറയില്ലേ, സിനിമ 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട് സിനിമ. പക്ഷെ നിങ്ങൾക്ക് ലാഗ് അടിക്കില്ല. അത്രയ്ക്ക് നല്ല രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തരുൺ മൂർത്തിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഒരു നല്ല സിനിമ ഒരു നല്ലൊരു പ്രൊഡക്റ്റിനെ നിങ്ങൾ ഇറക്കി, അത്ര തന്നെ. മെയിനായിട്ട് ഇനി ലാലേട്ടനിൽ വരിക, കത്തിച്ച് വിട്ടിട്ടുണ്ട്, കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയാണ്, ഇതൊരു ഫാമിലി മൂവിയാണ്. പക്ഷേ ഒരു ഫാമിലി മൂവിക്ക് എങ്ങനെ ഇത്രയും ക്ലാപ്സ് കിട്ടും, ഇത്രയും ആർപ്പുവിളികൾ കിട്ടും, ഇത്രയും കൊട്ടി ആഘോഷിക്കേണ്ട കാര്യം എന്താണ്? അത് ലാലേട്ടനെ കൊണ്ടേ പറ്റൂ. ഞാൻ ഓഡിയോ 1 ഏരിയസ് പ്ലസിൽ സിനിമ കാണുമ്പോൾ ഭയങ്കര ആ ഒരു ആംബിയൻസ്, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു ഫാമിലി മൂവിയാണ്. ഫാമിലി മൂവിയിൽ ഇത്രയും കയ്യടികളും ആർപ്പുവിളികളും ഞാൻ ഇപ്പോഴും ഒരു ഒറ്റ നോട്ടം കിട്ടിയാൽ മതി. ഇങ്ങനെ ഒരു നോട്ടം ലാലേട്ടൻ നോക്കിയാൽ തിയേറ്റർ ആളി കത്തി ചാമ്പലാണ്. ഒരു നോട്ടം ലാലേട്ടൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ തിയേറ്റർ കത്തി. ഞാൻ ഫുൾ സിനിമ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത്. എനിക്ക് ലാലേട്ടനെ മാസ് നമുക്ക് അറിയാം ലാലേട്ടൻ എങ്ങനെ ചെയ്യുന്നു. ലാലേട്ടൻ ആ പെർഫോം ഉണ്ടല്ലോ, ആ ഒരു സെന്റിമെന്റ് സീൻസ് ഒരുപാടുണ്ട് ഈ സിനിമയിൽ. ഒരുപാട് സെന്റിമെന്റ് സീൻസ് ഉണ്ട്. ഇതിപ്പോ ഞാൻ മുമ്പേ പറയാം, മുമ്പ് എല്ലാവരും പറയാം ദൃശ്യമായിട്ടൊരു കണക്ഷൻ ഉണ്ടോ, അങ്ങനെയാണ്. ദൃശ്യമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൃശ്യമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് നമുക്ക് 1-2 സീൻസ് ഒക്കെ തോന്നും. പക്ഷെ അതുമായിട്ട് നിങ്ങൾ ചുമ്മാ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇത് തുടരുമായിട്ട് കണ്ടാൽ മതി, തുടർന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മതി. അത്രേ ഉള്ളൂ. ലാലേട്ടൻ എന്ന ഗംഭീര പെർഫോമറുടെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് തുടരുമെന്ന സിനിമയിൽ. അഴിഞ്ഞാടിയിട്ടുണ്ട് ലാലേട്ടൻ. ആ ലാലേട്ടൻ സത്യം പറഞ്ഞ ഈ നാട്യംപുറ റോള്, ആ ഫാമിലി റോളൊക്കെ വരുമ്പം ലാലേട്ടൻ എന്താന്ന് പറഞ്ഞാൽ ഒരു ബാധ കയറും. പിന്നെ ലാലേട്ടനല്ല, ഒരു ബാധ കയറും ലാലേട്ടൻ. പിന്നെ ലാലേട്ടൻ ആ ഒരു ചെറിയ തമാശ, കുട്ടിക്കളി, അതൊക്കെ വരുമ്പോ ലാലേട്ടനെ മറക്കും. ലാലേട്ടൻ വേറെ ഒരാളാണ്. അത് നമുക്ക് എന്താ പറയുക, നാച്ചുറലി അത് നമുക്ക് കണക്റ്റ് ആവും. പേഴ്സണലി അത് കണക്റ്റ് ആവും. അങ്ങനെ ഈ സിനിമയിൽ ഒരുപാട് കണക്ട് എനിക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഈ സിനിമയിൽ ഞാൻ പറയാനുള്ളത്, ഈ സിനിമയിൽ എലവേറ്റ് ചെയ്യുന്നത് ഒരു സീനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്താണെന്ന് വെച്ചാൽ, ശോഭന ലാലേട്ടനെ എലവേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതായത് വില്ല ഇങ്ങനെ ഒരു ഫോണൊക്കെ വിളിച്ച് വെച്ചിട്ട് ലാലേട്ടൻ ഇങ്ങനെ ചെയ്യും നീ ഇങ്ങനെ അങ്ങനെ വെല്ലുവിളി ഉണ്ടല്ലോ. അങ്ങനെ ശോഭന ലാലേട്ടൻ വരുമെന്ന ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശോഭന അതാണ്
ആ ഒരു ആക്ട്രസിന് ആ ഒരു എലിവേറ്റ് ചെയ്യാനുള്ള അപ്പൊ അത്രയ്ക്കുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു ആക്ട്രസിനുണ്ട്, ശോഭനയ്ക്കുണ്ട്. ശോഭന ഇങ്ങനെ ആ ഒരു കണ്ണിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനുണ്ട്, ലാലേട്ടന് വരുമെന്നുള്ള ആ എലവേഷനിൽ ജെയ്ക്സ് ബിജു ഒരു മ്യൂസിക് എടുത്ത് കത്തിച്ചു വിടും. അങ്ങനെ അതോടെ ലാലേട്ടനെ അവിടെ നിന്ന് കാണിക്കും. ഞാൻ പറഞ്ഞല്ലേ, ഫസ്റ്റ് ഹാഫ് നിങ്ങൾ നോർമലായിട്ട് കണ്ടിരിക്കുമ്പം സെക്കൻഡ് ഹാഫിൽ നിങ്ങളെ കത്തിക്കും. ലാലേട്ടനും കത്തിക്കും, നിങ്ങളെ ജെയ്ക്സ് ബിജോയും കത്തിക്കും. ജെയ്ക്സ് ബിജോ അവിടെ കിടന്ന് വരവയാണ് മ്യൂസിക്കിലിട്ട് അടിച്ചടിച്ചടിച്ചടിച്ചിട്ട് മറ്റേ കുക്ക് ചെയ്യാണ് ജെയ്ക്സ് ബിജോയ്. കംപ്ലീറ്റ്ലി കിടിലം പടം. ഓവറോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, പ്രകാശ് വർമ്മ വില്ലൻ ക്യാരക്ടർ ചെയ്ത്. ഞാൻ റീസെന്റ് മലയാള സിനിമയിൽ ഇത്രയും ഒരു നാച്ചുറൽ ഒരു വില്ലൻ വേഷം ഞാൻ കണ്ടില്ല. പുള്ളി ഞാൻ ഒരുപാട് സിനിമയിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഒരു ഇന്ത്യൻ ഫിലിം മേക്കർ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നെ ഒരുപാട് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വോഡഫോണിന്റെ പരസ്യങ്ങളൊക്കെ ചെയ്ത ഒരു ആഡിന്റെ ഫിലിം മേക്കറാണ്, അങ്ങനെയൊക്കെ അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഒരു പോലീസ് വേഷം എങ്ങനെ എത്ര ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് അദ്ദേഹം ചെയ്തു. ഞാൻ ആ ഒരു പെർഫോമൻസിന് കയ്യടി അറിയിക്കുന്നു. സൂപ്പറായിട്ട് ആ ഒരു വില്ലൻ വേഷം അദ്ദേഹത്തിനെ കാണുമ്പോൾ കറക്റ്റ് വില്ലൻ തന്നെ. ആ വില്ലന്റെ ഒരു മാനർസവും ആ ഒരു തളരാത്ത വില്ലനിസം, അതായത് നടന്റെ ഒരു നായകന്റെ തളരാത്ത വില്ലനിസം, വാശിയിടുക, ഡയലോഗുകൾ അടിക്കുക, പിന്നെ കുറെ ഉണ്ട്, കുറെ ആക്കി തള്ളണ അങ്ങനെ സംസാരങ്ങളൊക്കെ ഉണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് വില്ലനോട് ദേഷ്യം വരും. അപ്പൊ അത്രയ്ക്ക് അദ്ദേഹം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വില്ലൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രകാശ് വർമ്മയുടെ ആ ഒരു വില്ലൻ വേഷം അത് നിങ്ങളെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ സിനിമയിലെ കഥ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, കാരണം നിങ്ങളത് കാണണം, കണ്ട് മനസ്സിലാക്കിയ. കാരണം ഞാൻ എപ്പോഴേ പറയുന്നു, സ്പോയിലറായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നേരെ പോയി കണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല പടം, കിടിലം പടം. ഞാൻ കണ്ടു പടം. ഇനിയിപ്പം തള്ളി മറക്കില്ല എന്തെന്ന് ചോദിക്കണ്ട, നിങ്ങൾ പോയി സിനിമ കണ്ടാൽ മതി, നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടും പടത്തിൽ. ഞാൻ ഇപ്പോഴും പറയുന്നു, ലാലേട്ടൻ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഒരു റിവ്യൂ വന്ന ഒരു ആളിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നതാണ്. ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരാൾ ചോദിച്ചു ലാലേട്ടൻ തിരിച്ചു വരുവാണെന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, അങ്ങനെ ലാലേട്ടൻ എവിടെ തിരിച്ചുപോയി, അദ്ദേഹം തന്നെയല്ലേ ഇപ്പൊ ഇവിടെയും ഭരിക്കുന്നത്, ആളറിഞ്ഞ് കളിക്കട. ഒരു ചേട്ടൻ പറഞ്ഞുകൊണ്ട് പോയി. ആരടാ അത്, മാസങ്ങേ അങ്ങനെ പെട്ടെന്ന് വന്നിട്ട്, അല്ല ലാലേട്ടൻ എവിടെ പോയി, അങ്ങേര് തന്നെയല്ലേ ഇവിടെ ഭരിക്കുന്നത്, ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞിട്ട് ആ മൈക്കിൽ അവൻ്റെ പറഞ്ഞിട്ട് ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ തിയേറ്ററിൽ അവിടെ ആർപ്പ് വിളികളും, എല്ലാവരും ഭയങ്കര ഹാപ്പി, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങിപ്പോയത്, എല്ലാവരും നല്ല എൻജോയ് ചെയ്താണ് ഇറങ്ങിപ്പോയത്. അപ്പം തുടരും ഒരു തരുൺമൂർത്തി സംഭവം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, കാണുക.